നമുക്കൊരു സ്പെഷ്യൽ ചില്ലി ചിക്കൻ തയ്യാറാക്കാം. ഈ ഒരു ചില്ലി ചിക്കൻ നമ്മൾ ഓയിലൊക്കെ കുറച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഈസിയുമാണ്, പക്ഷെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ തയ്യാറാക്കുമ്പോൾ ചിക്കൻ ആദ്യം മാരിനേറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ വെക്കണം. പക്ഷേ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൈനീസ് വിഭവങ്ങൾക്കൊക്കെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവർലെസ് ആയുള്ള ഓയിലുകളാണ് ഏറ്റവും നല്ലത്. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് പാൻ എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഏതെങ്കിലും ചൂട് കട്ടിയുള്ള നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാൻ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. കാരണം നമ്മൾ കുറച്ച് ഓയിലാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടി പിടിക്കുന്ന പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇളക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ചിക്കനിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് അനുവദിക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ വെള്ളം വറ്റി കഴിയുമ്പോൾ ചിക്കനിൽ നിന്നുള്ള എണ്ണ തിരിഞ്ഞ് വരും. ആ ഒരു എണ്ണയ്ക്ക് ഇടന്നിട്ട് വേണം ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാനായിട്ട്. ആ ഒരു ടൈം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. വീണ്ടും ഒരു 5 മിനിറ്റോളം നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചിക്കനിൽ നിന്ന് ഊറി വരുന്ന എണ്ണയിൽ കിടന്നിട്ടാണ് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ തോന്നിയത്. ഇപ്പോൾ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസും 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ ഈ ചേർത്ത സോസിൽ കിടന്നിട്ട് ചിക്കൻ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഇപ്പോൾ സോസൊക്കെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ സവാള അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞെടുത്താൽ മതി. പ്രത്യേകമായിട്ട് സ്ക്വയർ കട്ടൊന്നും അരിഞ്ഞെടുക്കണ്ട. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മുടെ സാധാരണ പച്ചമുളക് എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നീളത്തിൽ മുറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. കുരു കളഞ്ഞിട്ട് വേണോട്ടോ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ല എരിവ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചില്ലി ചിക്കന് നല്ലൊരു റെഡ് കളർ കിട്ടണ്ടേ, അതിനായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി തരിതരിപ്പായിട്ട് പൊടിച്ചതാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വേറെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ കാശ്മീരി ചില്ലി ചേർത്താൽ തന്നെ നല്ല റെഡ് കളറിൽ കിട്ടും. ഇനി ഇത് വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് ഇതുപോലെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ആ ഒരു സവാളയും ക്യാപ്സിക്കും ഒക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി. ഒരുപാട് വഴറ്റി എടുക്കരുത്. ആ സവാളയൊക്കെ അലിഞ്ഞു പോകുന്ന രീതിയിൽ വഴറ്റി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം. ഞാനിപ്പോൾ ഈ ഒരു ചില്ലി ചിക്കൻ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടും. ഇപ്പോൾ കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ഉപ്പ് കുറവെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയുള്ള ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.
ലാസ്റ്റായിട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കല്ലേ. താങ്ക്